മനുഷ്യർ വൈനുണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. മുന്തിരി, പൈനാപ്പിൾ, അരി തുടങ്ങി പലതരം സാധനങ്ങളിലിട്ട വൈനുകളുണ്ട്. കൂട്ടത്തിൽ വ്യത്യസ്തരാണ് ഈ തേള്, പല്ലി, എലി, ഈല് പോലുള്ള മീനുകൾ, തിമിംഗലത്തിന്റെ ടെസ്റ്റിക്കിൾ വരെയിട്ട വൈനുകളുണ്ട്. കൂട്ടത്തിൽ എടുത്തു പറയേണ്ട രണ്ടെണ്ണമാണ് ഇന്ന് കാണുന്നത്. ഒന്ന് സ്നേക്ക് വൈൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇന്നും ഉപയോഗിക്കുന്ന അത്രയ്ക്ക് പുതുമയില്ലാത്ത ഒരു വൈനാണിത്. പാമ്പിനെ മൊത്തത്തിലിട്ട് കുളിപ്പിച്ചെടുക്കുന്ന വൈനാണ്. വിഷപ്പാമ്പുകളെയും ഉപയോഗിക്കാറുണ്ട്. ഇതുണ്ടാക്കുന്ന രാജ്യങ്ങളിൽ ഇത് നിയമത്തിനെതിരല്ല എങ്കിൽ കൂടി ഇതിന്റെ എക്സ്പോർട്ട്, ഇമ്പോർട്ടിംഗ് ഒക്കെ വളരെ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പിനെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ പറയുകയും വേണ്ട. ഇതിന് ഒത്തിരി ഹെൽത്ത് റിസ്കുകളുള്ള ഒരു വൈനാണ്. പക്ഷേ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഇതിന് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇതിലും കേമനാണ് ഈ തോങ്സുൽ എന്ന കൊറിയൻ പാനീയം. പൂ വൈൻ എന്നാണ് ഇതിന്റെ വേറൊരു പേര്. പൂ എന്നാൽ അത് തന്നെ. ഇത് പക്ഷെ അധികം ഉപയോഗിക്കപ്പെട്ട ഒന്നല്ല. എന്നോ എപ്പോഴോ ആരൊക്കെയോ ഉപയോഗിച്ചതിന് രേഖകളുണ്ടെന്ന് മാത്രം. ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിച്ചാണ് ഇത് ഉപയോഗിച്ചിരുന്നതും. ഇതിന്റെ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഇതിനെ വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറയാതിരിക്കാൻ പറ്റുകയുമില്ല. മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ, അതായത് കുഞ്ഞുങ്ങളുടെ വിസർജ്യം, വെള്ളവും ഈസ്റ്റും അരിയും ഒക്കെ ചേർത്ത് പുളിപ്പിച്ചുണ്ടാക്കുന്ന സാധനം. ഇതെന്തെങ്കിലും ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ റെസിപ്പി അറിഞ്ഞിട്ടായിരിക്കില്ല കഴിച്ചത്.